കഴിഞ്ഞൊരു 19-20 വർഷത്തെ കണക്കെടുത്താൽ, ഒരു 20 വർഷം കണക്കെടുത്താൽ മെയ് 24-ന് ഇതിനു മുമ്പ് മഴ വന്നിട്ടില്ല. 20 വർഷം മുമ്പാണ് ഇങ്ങനെ മഴ വന്നത്. മെയ് 24 സാധാരണ ജൂൺ 1-നാണ് മഴ വരുന്നത്, അല്ലെങ്കിൽ ജൂൺ 5-നകത്ത് വരും, ചിലപ്പോൾ 5 വരെ പോകും. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കണക്കെടുത്താൽ 25-ാം തീയതി വരെയുള്ള കണക്കെടുത്താൽ, ഇന്നലെ വരെയുള്ള കണക്കെടുത്താൽ 36% മഴയാണ് കേരളത്തിൽ സാധാരണ കിട്ടേണ്ടതിനേക്കാൾ, ഒരു നോർമൽ മഴയുണ്ട്, കണക്കുണ്ട് IMDയുടെ, അതിനേക്കാൾ കൂടുതൽ കിട്ടിയിരിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 387 മില്ലിമീറ്റർ മഴ നമുക്ക് കിട്ടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് 283 മതി, 283 അത്രയും മതി. 36% മഴ നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ലക്ഷദ്വീപിലാണെങ്കിൽ 44% കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓരോ ജില്ല എടുത്തു കഴിഞ്ഞാൽ 130% കിട്ടിയ 137% കിട്ടിയ ജില്ല വരെയുണ്ട്. അതേസമയം ഇടുക്കി ജില്ലയിൽ കുറവാണ്. കാരണം മഴയുടെ പാറ്റേൺ പഠിക്കണം കേരളത്തിൽ. ഇടുക്കി മലയോര ജില്ലയാണ്, പക്ഷേ മലയോര ജില്ലയിലായിട്ട് അവിടെ നോർമൽ മഴയാണ് ഇപ്രാവശ്യം പെയ്തത്. എറണാകുളത്തിന് നോർമൽ മഴയാണ്, പക്ഷേ എറണാകുളത്ത് ചെറിയ മഴ മതി നഗരം മോശമാക്കാൻ. അതൊരു പ്രശ്നമുണ്ട്. അപ്പം ലാർജ് എക്സസ് എന്ന് പറഞ്ഞാൽ 60%-ൽ കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, 20%-ൽ കൂടുതൽ മഴ കിട്ടിയ സ്ഥലങ്ങളുണ്ട്, 44% കിട്ടിയ മഴ, അതായത് കിട്ടേണ്ടതിനേക്കാൾ ഇരട്ടി മഴ, ഇരട്ടിയല്ല അത്രത്തോളം മഴ കിട്ടിയിട്ടുള്ള 20%, 30%, 40%, 137% വരെ മഴ കിട്ടിയ ജില്ലകൾ കേരളത്തിലുണ്ട്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ മിശ്രിത വിളകളെല്ലാം നമ്മൾ മാറ്റി ഏക വിളകളാക്കിയിട്ടുണ്ട്. 8 ലക്ഷം ഹെക്ടറോളം വയലുണ്ടായിരുന്നു. വയൽ നല്ല വെള്ളത്തെ പിടിച്ചിരുന്ന ഒരു കുഷൻ ഏരിയയാണ്. വെള്ളത്തെ അബ്സോർബ് ചെയ്ത് നിർത്തും കുറച്ച് കാലത്തേക്ക്. പ്രളയത്തിനൊക്കെ വരാനുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ്. 10 സെൻറ്റ് വയലുണ്ടെങ്കിൽ 1,60,000 ലിറ്റർ മഴവെള്ളം ഉൾക്കൊള്ളും. അപ്പോൾ നമ്മൾ വയൽ കംപ്ലീറ്റ് നികത്തി എടുത്തിട്ട് 1 ലക്ഷം ഹെക്ടറിലേക്ക്, 1.5 ലക്ഷം ഹെക്ടറിലേക്ക് വയൽ മാറിയിട്ടുണ്ട്. വനം വ്യാപകമായിട്ട് നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. 32,000 ഘന കിലോമീറ്റർ മഴ പ്രദേശത്ത് പെയ്യുന്ന മഴ 1 ഹെക്ടർ സ്ഥലത്ത് ഉൾക്കൊള്ളും. അപ്പോൾ വനം വ്യാപകമായി വിട്ടിട്ടുണ്ട്. കുന്നുകൾ ഇടിച്ചത്, ഇതിൻ്റെ കഥകളുണ്ട്. അപ്പം കാവുകൾ നശിപ്പിച്ചത്, അപ്പം നമ്മുടെ ആവാസ വ്യവസ്ഥയെ നമ്മൾ നന്നായിട്ട് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ മഴ വരുന്നതിന് ഇത് മാത്രമല്ല കാരണം. കടലിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ആഗോളതാപനത്തിൻ്റെ ഫലമായി കടൽ ചൂടാവുന്നതുകൊണ്ട്, പിന്നെ അതുപോലെ തന്നെ സൂര്യനിലുണ്ടാകുന്ന മാറ്റമുണ്ട്, സൂര്യപ്രകാശം കിട്ടുന്നതിന് അളവിലുള്ള വ്യത്യാസമുണ്ട്, ഭൂമിയുടെ ചരിവ് വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഭൂമിയുടെ കറക്കത്തിന് ഒരു വ്യത്യാസം വരുന്നു. ഇപ്പോൾ ഭൂമിയുടെ ഈ കറക്കത്തിന് അത് സൂര്യനുമായി ബന്ധപ്പെട്ട് ഭൂമി കറങ്ങുന്നത് ഉണ്ടല്ലോ, അതിൽ കുറച്ച് ചരിവ് വന്നിട്ടുണ്ട് എന്നുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഓരോ സ്ഥലത്തിൽ നമ്മളെ സ്വാധീനിക്കും. പിന്നെ അതുപോലെ തന്നെ വരുന്ന ചൂട്, സൂര്യനിൽ നിന്ന് വരുന്ന ചൂട് സാധാരണ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നത് മരങ്ങളാണ് കൂടുതൽ ഏറ്റെടുക്കേണ്ടത്. ഇത് മണ്ണിലേക്ക് പെട്ടെന്ന് വരികയും മണ്ണിൽ നിന്ന് പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്ത് തിരിച്ചു പോവുകയൊക്കെ ചെയ്യുന്ന പരിപാടികളുണ്ട് ഇവിടെ. ടെറസ് ബിൽഡിംഗ് നമ്മൾ വ്യാപകമായി വെച്ചിട്ടുണ്ട്. ടെറസ് ബിൽഡിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സിമൻറ്റ്, പെയിൻറ്റും ഒക്കെ ധാരാളം ഉപയോഗിക്കുന്നതാണ്. അതൊരുപാട് ഹീറ്റിന് എന്ത് ചെയ്യും, ഇവിടെ നിർത്തും, അന്തരീക്ഷത്തിൽ നിർത്തും. അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായ ഘടകങ്ങൾ, നമ്മുടെയും കൂടി ഘടകങ്ങൾ കൊണ്ട്, നമ്മുടെയും കൂടി പ്രവർത്തനപരമായി മൈക്രോ ക്ലൈമറ്റിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. സൂക്ഷ്മ കാലാവസ്ഥയിൽ മാറ്റം വരുമ്പോഴാണ് പെട്ടെന്ന് മഴ, പെട്ടെന്ന് വെയിൽ, മഴയുടെ സ്ഥലകാല വ്യത്യാസം വന്നിട്ടുണ്ട്. സമയത്തിന് വ്യത്യാസം വരുന്നു, കാലത്തിന് വ്യത്യാസം വരുന്നു, സ്ഥലത്തിന് വ്യത്യാസം, വലിയ വ്യത്യാസം വരും. ഞാൻ പറഞ്ഞില്ല, ഇടുക്കിയിൽ വലിയ മഴയില്ല. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് ഇടുക്കിയിലല്ലേ ഏറ്റവും വലിയ മഴ പെയ്യുന്ന പ്രദേശം. ഇടുക്കിയിൽ മഴ കുറയുന്നു, ഇപ്പുറത്തെ പിന്നെ ടൗൺ എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ മഴ കൂടുന്നു. അപ്പോൾ മഴയുടെ വിധാനത്തിൽ വലിയ മാറ്റം വന്നു. ഈ പെയ്തു വരുന്ന മഴയെ ഉൾക്കൊള്ളാവുന്ന നിലയിലുള്ള ഭൂമിശാസ്ത്ര പ്രദേശം നമുക്കില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാറിയപ്പോൾ തീർച്ചയായിട്ടും ചെറിയ മഴ വന്നാലും പ്രളയത്തിലേക്ക് പോകും, വെള്ളക്കെട്ടിലേക്ക് പോകും. കുറച്ചുകൂടെ വലിയ മഴ വന്നാൽ പിന്നെ പ്രളയം തന്നെയാണ്. മഴ ജസ്റ്റ് ഒന്ന് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിലേക്ക് പോകും? വരൾച്ചയിലേക്ക് പോകും. വലിയ മഴ വന്ന് തീർന്നാലും വരൾച്ച. ഇതാണ് കേരളത്തിൻ്റെ ഒരു മഴയുടെ ഒരു രീതിശാസ്ത്രമായി മാറിയിരിക്കുന്നത്. പിന്നെ നമ്മളുടെ പ്രവർത്തികളുണ്ട്. ഇപ്പോൾ കൊച്ചി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിച്ചല്ലോ, നിങ്ങൾ റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കണ്ട, നിങ്ങൾ അവിടുത്തെ മാലിന്യം വാരി കളയും, അതിനെന്ത് റോക്കറ്റ് സയൻസ് ആണ്? ഓട വൃത്തിയാക്കിയിടണം, മഴ സീസണ് തൊട്ട് മുമ്പേ ഓട വൃത്തിയാക്കിയിടണം, എന്ത് റോക്കറ്റ് സയൻസാണ് പഠിക്കേണ്ടത്? അതായത് കൊച്ചുകുട്ടിക്ക് അറിയാമെന്നുള്ളൂ. പക്ഷേ അത് നടക്കുന്നില്ല കേരളത്തിൽ. എല്ലായിടത്തും അത് സീരിയസ് ആയി നടക്കുന്നില്ല. മാലിന്യങ്ങൾ ഇപ്പോഴും കൃത്യമായി സംസ്കരിക്കപ്പെടുന്നില്ല. ഈ മാലിന്യ സംസ്കരണമൊക്കെ നടത്തേണ്ട സ്ഥലത്തിരിക്കുന്ന ആളാണ് ആര്? അതിൻ്റെ ഒരു ചീഫാണ് ആര്? നമ്മളെ ദിവ്യ എസ് അയ്യർ. അതും കൂടെ പറയാതെ പോകാൻ പറ്റത്തില്ല. പക്ഷെ അവരെ ജോലി വേറെ, അതൊഴിച്ച് അവരെ പണി ഒഴിച്ച് ബാക്കി എല്ലാ പണിയും അവർ ചെയ്യുന്നുണ്ട്. റീൽസ് ഇടുക, യൂട്യൂബിൽ വരിക, പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, എല്ലാം ചെയ്യുന്നുണ്ട്. അവരവിടെ ഇരുന്ന് അത് ചെയ്യണ്ടേ? അപ്പോൾ ആ കാര്യങ്ങൾ നടക്കുന്നില്ല. വിഴിഞ്ഞം പദ്ധതി അദാനിയുടെയാണ്. അപ്പോൾ അദാനി എന്തെങ്കിലുമൊക്കെ ചെയ്ത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു പോകണമെങ്കിൽ അതൊക്കെ എടുത്ത് റീൽസ് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥർ, അത് പ്രൈവറ്റ് കമ്പനിയാണ്, അവർ പല രീതിയിലും ചെയ്യും. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റുകൾ, ഞാൻ മാലിന്യത്തിൽ പറഞ്ഞത്, നമ്മുടെ പ്രോജക്റ്റുകൾ വലിയ പ്രശ്നമാണ്.
നദീതീരങ്ങൾ സംരക്ഷിക്കുന്നതിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്, കാട് സംരക്ഷിക്കുന്നതിലുണ്ട്. അപ്പോൾ നമ്മുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിലുള്ള പ്രശ്നങ്ങളും സൂക്ഷ്മ കാലാവസ്ഥയിൽ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. ആഗോളതലത്തിൽ വരുന്ന ചൂടും ഇതിനകത്ത് പ്രശ്നമാണ്. കാലാവസ്ഥാ മാറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇതെല്ലാം കൂടി കേരള ഭൂമിക്ക് എന്താക്കിയിട്ടുണ്ട്? ഒരു പ്രകൃതിയുടെ സംഘർഷ ഭൂമിയാക്കിയിട്ടുണ്ട്. പണ്ട് നമുക്ക് മഴ വരുന്നാൽ സന്തോഷമാണ്, ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. മഴ ഭയങ്കര ഇഷ്ടമാണ് ആളുകൾക്ക്. മഴയുടെ ടൂറിസം ഉണ്ടായിരുന്നു, മൺസൂൺ ടൂറിസം ഉണ്ടായിരുന്നു കേരളത്തിൽ. അത് അങ്ങനെയുള്ള സ്ഥലം. വിദേശികളും മറ്റ് സംസ്ഥാനത്തുള്ളവരും മൺസൂൺ ടൂറിസം ആഘോഷിക്കാൻ കുമരകത്തും പിന്നെ കുട്ടനാടുമൊക്കെ വരുമായിരുന്നു. ഇന്നിപ്പം മഴയെന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയാണ്, വല്ലാത്ത പേടിയാണ്. ചെറിയ ഇത്തവണയും നമുക്ക് ജൂണിൽ വരേണ്ടുന്ന കാലവർഷമാണ് ഇപ്പൊ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു വല്ലാത്ത, ഇതിപ്പോ മണ്ണിൽ കിടന്നാൽ അവിടെയാണ് പ്രശ്നം. ഇത് മണ്ണിലും അവിടെ ഇവിടെയൊക്കെ പിടിച്ചിരുന്നാൽ വീണ്ടും മഴ വന്നാൽ അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇപ്പൊ ഡാമുകളൊക്കെ ഒന്ന് നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ വീണ്ടും മഴ വന്ന് എങ്ങോട്ട് പോകും? നിൽക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഈ ഒരു മഴയിൽ തന്നെ നമുക്കറിയാം ഒരു കനത്ത മഴ തന്നെ, പേമാരിയും വല്ലാത്ത കാറ്റും. 8-10 പേര് മരിച്ചു. ഒരുപാട് സ്ഥലങ്ങളിൽ കറണ്ട് പോയി, ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി, ഒരുപാട് വാഹനാപകടം ഉണ്ടായി. ദേശീയപാത നമ്മൾ തള്ളിമറിച്ച ദേശീയപാത ഉണ്ടല്ലോ, മുഴുവൻ പോയില്ലേ? എത്ര 66 സ്ഥലങ്ങളിലാണ് ദേശീയപാതയിൽ. നാഷണൽ ഹൈവേ 66. അതാരോ പണ്ട് മനഃപൂർവ്വം ഇട്ടൊരു പേരാണ് കേട്ടോ. ഭാവിയിൽ 66 സ്ഥലങ്ങൾ ഇടിഞ്ഞു പോകും. ഇപ്പൊ 66 സ്ഥലം ഇടിഞ്ഞല്ലോ. അല്ല, ഇതിപ്പോ ഒരു കാലാവസ്ഥ നിരീക്ഷണം അനുസരിച്ച് ഇനി എന്തായിരിക്കും ഒരു പ്രളയത്തിലോട്ട് പോകാനുള്ള നല്ല മഴ വരാനുള്ള സാധ്യതയാണുള്ളത്. ആ മഴ അങ്ങനെ മഴ വന്നാൽ അത് പ്രളയത്തിലേക്ക് പോകാം. അങ്ങനെ പോയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് ഞാൻ പറയട്ടെ, നമ്മളങ്ങനെ പ്രളയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഇട്ടെന്ന് വയ്ക്കുക. ഈ വീഡിയോ വന്നു കഴിഞ്ഞാൽ എൻ്റെ താഴെ വന്ന് ഇവൻ ആരടാ എന്നൊക്കെ ചോദിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രിക്കോഷൻ എടുക്കണം. എന്തിനാണ് നമ്മളങ്ങനെ പറയുന്നത്? മലയോര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ പ്രിക്കോഷൻ എടുക്കണം. തീരദേശത്തുള്ളവർ പ്രിക്കോഷൻ എടുക്കാനാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ ആരെങ്കിലും ഭയപ്പെടുത്താനൊന്നുമല്ല. വയനാട്ടിൽ വീണ്ടും വയനാട്, ഇടുക്കി, പാലക്കാട് തുടങ്ങിയ ജില്ലകളിലുള്ളവർ പ്രിക്കോഷൻ എടുക്കണം. ഇടനാട്ടിലുള്ളവർ ആവശ്യമായ പ്രിക്കോഷൻ, നദീതീരത്ത് താമസിക്കുന്നവർ പ്രിക്കോഷൻ എടുക്കണം. മഴ വരുമ്പോൾ തീരദേശത്തുള്ളവരും കാറ്റും മഴയും വരുന്നു. അപ്പോൾ അത് ഒരു മുൻകരുതൽ എടുക്കാനാണ് നമ്മളിതൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് മഴയുടെ പോക്കെങ്കിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ വലിയ പ്രതിസന്ധിയായിരിക്കും കേരളത്തിൽ സംഭവിക്കുക. ഈ ഏരിയയിലോട്ട് വന്ന സാർ ഈ പറഞ്ഞ മാലിന്യ സംസ്കരണമുണ്ട്. പിന്നെ നമ്മുടെ തമ്പാനൂരൊക്കെ നമ്മളുടെ സ്മാർട്ട് സിറ്റി ഒക്കെ കുറെയൊക്കെ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കാം. കാരണം അടിക്ക് ഡ്രെയിനേജ് സൗകര്യം പറഞ്ഞോണം അത് നന്നായിട്ട് നീക്കം ചെയ്യുന്നില്ല. അത് അടഞ്ഞു ഓടകൾ. തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തല്ലോ. എരുമക്കുളം, പാത്രക്കുളം, മാഞ്ഞാലിക്കുളം, പിന്നെ താമരക്കുളം, 7-8 കുളങ്ങളുണ്ടായിരുന്നു ഇവിടെ. നമ്മൾ ഈ സംസാരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് കുളം ഉണ്ടായിരുന്നു. ഈ കുളങ്ങളെല്ലാം നമ്മൾ നികത്തി. കനകക്കുന്ന്, ബാർട്ടൺ ഹിൽ കുന്ന്, തക്കാട് കുന്ന്, പോലീസ് കുന്ന്, പാളയം കുന്നുകൾ ധാരാളം ഉണ്ടായിരുന്നു. വളരെ പ്രകൃതി മനോഹരമായൊരു സിറ്റിയായിരുന്നു ഏത് തിരുവനന്തപുരം. എവർഗ്രീൻ സിറ്റി എന്നാണ് ഗാന്ധിജി വിളിച്ചത്. നിത്യഹരിത നഗരം. എന്തോ നിത്യഹരിത? പുത്തരി കണ്ടം ഉണ്ടായിരുന്നു, അവിടെ നെല്ല് വിളയിക്കുമായിരുന്നു. ഇതെല്ലാം നമ്മൾ നികത്തി നമ്മുടെ തോന്നിയവാസം പോലെ കെട്ടിടങ്ങൾ തോന്നുന്നിടത്തൊക്കെ വെച്ചു. നല്ലതാണ്, നമുക്ക് കെട്ടിടം വേണ്ട എന്നുള്ള അഭിപ്രായമൊക്കെ. പക്ഷേ വളരെ അശാസ്ത്രീയമായിരുന്നു ഇതെല്ലാം ചെയ്തത്. ഈ അശാസ്ത്രീയത കൊണ്ട് നമ്മളിപ്പം വെള്ളപ്പൊക്കത്തിലേക്ക് പോകുന്നു. ചെറിയ പ്രളയം, ചെറിയ മഴ വന്നാലും വെള്ളപ്പൊക്കം, വെള്ളക്കെട്ട്, മഴ മാറിയ പ്രളയം. എല്ലാ സിറ്റിയുടെ അവസ്ഥ നടക്കും. എറണാകുളം വളരെ വലിയ പ്രശ്നമല്ലേ എറണാകുളം? കഴിഞ്ഞ വർഷം വലിയ പ്രളയമൊന്നും വന്നില്ലെങ്കിൽ തന്നെ നമുക്ക് ഇപ്പം വയനാട് ഇത് സംഭവിച്ചെങ്കിലും പക്ഷേ ട്രിവാൻഡ്രം ഫുൾ അങ്ങ് മുങ്ങി. കൊച്ചിയും മുങ്ങി. 2 സിറ്റിയും വളരെ ചെറിയ മഴ കൊണ്ടുപോലും സിറ്റികൾ മുങ്ങുന്നുണ്ട്. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് തന്നെ വരും. പ്രളയം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക, എല്ലാവരും സൂക്ഷിച്ചിരിക്കുക.